രാജ്യത്ത് ഇന്ധനക്ഷാമം രൂക്ഷമായി നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതൊന്നും കണ്ടമട്ടില്ല. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇസ്രായേലിനെയാണ് കേന്ദ്ര സർക്കാർ പിന്തുണച്ചത്. പിന്നാലെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെയാണ് പ്രതിസന്ധി രാജ്യവ്യാപകമായി മാറിയത്. കേരളത്തിൽ നിന്നുള്ള എംപിയാണ് സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാരിൽ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ ചുമതല കൂടി സുരേഷ് ഗോപി വഹിക്കുന്നുണ്ട്. എന്നിട്ടും രാജ്യം മുഴുവൻ പാചകവാതക വിതരണം തടസ്സപ്പെട്ടിട്ടും സുരേഷ് ഗോപിക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല. ഈ വിഷയം ചൂണ്ടിക്കാട്ടി ലോക്സഭാ കവാടത്തിൽ പ്രതിഷേധിക്കുകയായിരുന്ന ലോക്സഭാ എംപിമാരുടെ മുന്നിൽ വന്നുപെട്ട സുരേഷ് ഗോപിക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ് എംപിമാരായ ഹൈബി ഈഡനും ഷാഫി പറമ്പിലും. എറണാകുളം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ കണ്ണമാലി നേർച്ച സദ്യ പോലും നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് ഹൈബി ഈഡൻ എംപി ചൂണ്ടിക്കാട്ടി. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള എംപി എന്ന നിലയിൽ രൂക്ഷമായി തന്നെയാണ് ഹൈബി പ്രതികരിച്ചത്. ഈ വകുപ്പിന്റെ സഹമന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കേണ്ട ചുമതല സുരേഷ് ഗോപിക്കുണ്ട്. എന്നിട്ടും അതൊന്നും ഗവനിക്കാതെ കറങ്ങി നടക്കുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത്. നാളിതുവരെയായിട്ട് കേരളത്തിൽ വന്ന് ഇന്നാട്ടുകാരുടെ സ്ഥിതിഗതികൾ വിവരിക്കേണ്ട ബാധ്യത തൃശൂർ എംപിക്കുണ്ട്. ഇക്കാര്യമാണ് ഹൈബിയും ഷാഫിയും ചൂണ്ടിക്കാട്ടിയത്. എംപിമാർ വട്ടം നിന്നതോടെ എന്തൊക്കെയോ പറഞ്ഞ് സുരേഷ് ഗോപി തടിയൂരുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായ നടപടികൾ എടുക്കണമെന്ന് കോൺഗ്രസ് അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഈ വിഷയം BJPക്കെതിരെ ആയുധമാക്കുവാൻ കേരളത്തിലെ പാർട്ടികൾ മുന്നിലുണ്ടാകും. എന്നിട്ടും സുരേഷ് ഗോപിക്ക് പക്ഷേ നേരം വെളുത്തമട്ടില്ല. അതോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വിയർപ്പൊഴുക്കിയാലും കാര്യമില്ലെന്ന തിരിച്ചറിവ് സുരേഷ് ഗോപിക്കുണ്ടോ എന്നും എതിരാളികൾ ചോദിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ എംപിമാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കണ്ണമാലി നേർച്ച സദ്യ പാചകവാതക വിഷയവുമായി ബന്ധപ്പെട്ട് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് BJPക്ക് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എറണാകുളം ജില്ലയിലെ കണ്ണമാലിയിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയമാണ് കണ്ണമാലി പള്ളി. ദക്ഷിണേന്ത്യയിലെ വിശുദ്ധ യൗസേപിതാവിന്റെ ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണിവിടം. വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ നേർച്ച സദ്യ മാർച്ച് 19 നടക്കാനിരിക്കെയാണ് പാചകവാതക ക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി എംപിമാർ നടത്തിയ സംഭാഷണത്തിന്റെ ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്, കണ്ടുനോക്കാം. अब इतना तो करना है। ये वाला भी राज्य के अध्यक्ष जो है, कार्यकर्ता जो है, कैंडिडेट्स जो है, उनसे पूछना और जवाब ले रहे हैं। प्लीज पीटीआई से कमल किशोर आया था और एनआई था और टाइम्स ऑफ इंडिया था, विद्युत को बुलाया था सारे से, ये नहीं कुछ बोल इससे पास नहीं। अरे यार कोई भी ना पूछा।